ഫങ്ഷൻസിൻ്റെ വിഷ്വലൈസേഷനെ പറ്റി നമ്മൾ ഏകദേശം ഒരു പ്രാക്ടീസ്, കുറച്ചൊരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതായത് കാൽക്കുലസിൽ വരുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. സോ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ആക്ച്വലി പഠിച്ചിട്ടുണ്ട്. സോ ആസ് ഒരു ആൾജിബ്രായിക് പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളൊരു മെത്തേഡ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കൂടുതലും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനെ ഒരു ജിയോമെട്രിക്കൽ അല്ലെങ്കിൽ ഒരു ആൾജിബ്രായിക് ഒരു വിഷ്വൽ രീതിയിൽ നമുക്കത് എന്താണ് ആക്ച്വലി എന്നുള്ളത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറേ നമുക്ക് ഇൻപുട്ടുണ്ട്, അതുപോലെ ഒരു ഔട്ട്പുട്ടുണ്ട്. സോ ലൈക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ സിംഗിൾ ആവാം, മൾട്ടിപ്പിൾ ആവാം. അതായത് സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട്, സിംഗിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്, മൾട്ടിപ്പിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് ആൻഡ് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ സിംഗിൾ ഇൻപുട്ട് വരുന്നതും മൾട്ടിപ്പിൾ ഇൻപുട്ട് വരുന്നതും ഈ രണ്ട് കേസുകൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് വേരിയബിൾസിൻ്റെ എണ്ണം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത്. സിംഗിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് വേരിയബിൾ ഒന്നേ ഉള്ളൂ. അതുപോലെ മൾട്ടിപ്പിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ട്. ആക്ച്വലി ഇതിന് രണ്ടും ബേസ് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ വേരിയബിൾ കാൽക്കുലസ് ആൻഡ് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫീൽഡ് തന്നെയുണ്ട്. സോ നമുക്ക് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് സിംഗിൾ ഇൻപുട്ടിൻ്റെ എക്സാമ്പിൾ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു സിംഗിൾ ഇൻപുട്ട് ഫങ്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത y=x² ഒരു സിംഗിൾ ഇൻപുട്ട് ഫങ്ഷനാണ്. y=x എന്ന് പറഞ്ഞാൽ അതും ഒരു സിംഗിൾ ഇൻപുട്ട് ഫങ്ഷനാണ്. y=2x എന്ന് പറയുന്ന ഒരു സിംഗിൾ ഇൻപുട്ട് ഫങ്ഷനാണ്. y=3x² എന്ന് പറഞ്ഞാൽ അതും ഒരു സിംഗിൾ ഇൻപുട്ട് ഫങ്ഷനാണ്. ഇവിടെയെല്ലാം x എന്ന് പറയുന്ന ഒരു ഇൻപുട്ടേ ഉള്ളൂ. അതിനെ തന്നെ സ്ക്വയർ ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് നമുക്ക് y കിട്ടുന്നത്. ഓക്കെ, സോ ഇതിൽ ഈ ഓരോ ഗ്രാഫും നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ x² നമുക്ക് എങ്ങനെയായിരിക്കും വരുന്നത്. എക്സ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ 45 ഡിഗ്രി പോവും. ദെൻ 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിൾ കുറച്ചും കൂടെ ഇൻറ്റു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും, കുറച്ചും കൂടെ സ്റ്റീപ്പായിരിക്കും ആ ഒരു റൈസ് എന്ന് പറയുന്നത്. എക്സ് കൂടുന്നതനുസരിച്ച് y കൂടുന്നത്. ദെൻ 3x² ഓൾസോ അതുപോലെ തന്നെ കുറച്ചും കൂടെ സ്റ്റീപ്പായിട്ടുള്ളൊരു നാരോ ആയിട്ടുള്ളൊരു പാരാബോളിക് കർവായിരിക്കും. ഓക്കെ, സോ എനിവേ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആക്ച്വലി എന്താണ് കൺവേ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്കൊരു സിമ്പിളായിട്ട് നമ്മളതിനെ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ Δy/Δx എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതിനെ കുറച്ചും കൂടെ നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഒരു ഇൻപുട്ടും വൈ ഒരു ഔട്ട്പുട്ടുമാണ്. സോ എക്സ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എത്രത്തോളം വൈ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി ഈ ഒരു Δy/Δx എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഒരു ടൈനി ചേഞ്ച് എന്നുള്ള രീതിയിലാണ് എപ്പോഴും പറയുന്നത്. അപ്പം ഒരു ടൈനി ചേഞ്ചിൻ എക്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈനി ചേഞ്ചിൻ വൈ ഉണ്ടാവാതിരിക്കാം. സോ ആണെന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ആ റിലേഷൻ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു റേഷ്യോ പറയുന്നത്. സോ ഇത് തന്നെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിൽ നമ്മൾ ആൾജിബ്രായിക് ഇക്വേഷനൊക്കെ വെച്ച് എഴുതുന്നത്. സോ നമ്മൾ ഓരോ ഇങ്ങനത്തെ ഓരോ ആൾജിബ്രായിക് റിലേഷൻഷിപ്പിനും നമ്മൾ സെപ്പറേറ്റ് റൂൾസ് നമ്മൾ ലേൺ ചെയ്തിട്ടുണ്ട്. അതെല്ലായിടത്തും ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളൊരു ഇപ്പം നമ്മുടെ എഫ് ഫങ്ഷൻ എന്ന് പറയുന്നത് y=x² ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ Δy/Δx കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ സോ എഫ് എക്സിൻ്റെ ഫങ്ഷനാണ്. സോ നമ്മളതിൽ x+Δx എന്ന് പറഞ്ഞ് ആഡ് ചെയ്യും. സോ ആ ഒരു രീതിയിൽ ഇതിനെല്ലാത്തിനും സോ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ x+Δx അതിൻ്റെ സ്ക്വയർ എന്നുള്ള രീതിയിൽ വരും. എന്നിട്ട് സിമ്പിളായിട്ട് നമ്മൾ f(x+Δx)ഉം അതിൻ്റെ തുടക്കത്തിലുള്ള, അതായത് Δx കൊടുക്കാതുള്ളപ്പോൾ f(x) തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ Δx എന്ന് പറഞ്ഞ് കൊടുക്കും. അതിനുശേഷം നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ Δx → 0 എന്ന് പറഞ്ഞാൽ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, എനിവേ ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ ഇപ്പം എക്സ് സ്ക്വയറിന് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നു, എന്നിട്ട് ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്ത് ചെയ്യുന്നു, എന്നിട്ട് ഡെൽറ്റ എക്സ് നമ്മൾ വി ഇക്വേറ്റ് ദാറ്റ് ടു 0. ഓക്കെ, അങ്ങനെ നമ്മൾ എനിവേ കുറച്ച് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ആക്ച്വലി കിട്ടുന്നത് ഈ ഒരു ഡെൽറ്റ ബൈ ഡെൽറ്റ എക്സ് ചെയ്യുമ്പോൾ നമുക്ക് അത് സിംപ്ലിഫൈ ചെയ്ത് 2x എന്ന് പറഞ്ഞ രീതിയിൽ കിട്ടുന്നു. അപ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും നമ്മൾ അതൊരു നമ്മുടെ ആക്ച്വൽ കാൽക്കുലസിൻ്റെ നൊട്ടേഷൻ എന്ന് വെച്ച് നമ്മൾ പറയുന്നത് dy/dx എന്നുള്ള രീതിയിലാണ്. സോ ഈ ഒരു കേസിൽ y = x സ്ക്വയറിൻ്റെ കേസിൽ dy/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ d/dx ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2x എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, എനിവേ ഇത് നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് ഓൾജിബ്രായിക് റിലേഷൻഷിപ്പിൽ നമ്മളിങ്ങനെ ഒരു കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ജനറലൈസ്ഡ് ആയിട്ട്, അതായത് x⁴n ആണെന്നുണ്ടെങ്കിൽ d/dx ഓഫ് ഇതിനെ തന്നെ കുറച്ചും കൂടെ ജനറലൈസ് ചെയ്ത് x⁴n ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ n × x⁴n−1 എന്നുള്ള രീതിയിലൊക്കെ ഒരു ജനറൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ജനറൽ പാറ്റേൺ വെച്ചിട്ട് നമ്മളങ്ങനെ ജനറൽ റൂൾ നമ്മൾ എഴുതി വെക്കാറുണ്ട്. സോ നമുക്ക് ഏത് x³ x⁵ ഏത് വന്നാലും നമുക്ക് ഈ ഒരു റൂൾ വെച്ചിട്ട് നമുക്കതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഈസ് ഓൾസോ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. കാരണം എക്സിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് ഒരു ഇക്വേഷനായിട്ട് കിട്ടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡെറിവേറ്റീവും അനദർ ഫംഗ്ഷനാണ്. ഇവിടെ നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ആയിരുന്നു, അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് 2x എന്ന് പറഞ്ഞ് കിട്ടി. ദാറ്റ് ഈസ് ഓൾസോ അനദർ ഫംഗ്ഷൻ. ഓക്കെ, സോ ബട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ആക്ച്വലി ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തത്. ഇനി നമുക്ക് ഇതെന്താണ് ആക്ച്വലി ഇവിടെ വിഷ്വലി സംഭവിക്കുന്നത് നോക്കാം. സോ നമ്മൾ y = x എന്ന് പറഞ്ഞ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, സോ ദിസ് ഈസ് നമ്മുടെ y, ഇത് നമ്മുടെ x. y = x എന്ന് പറഞ്ഞ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഗ്രാഫായിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ 1 യൂണിറ്റ് ഇൻക്രീസ് വരുമ്പം എക്സിന് 1 യൂണിറ്റ് ഇൻക്രീസ് വരുമ്പോൾ y 1 യൂണിറ്റ് ആണ്. അതുപോലെ എക്സിന് 10 യൂണിറ്റ് ഇൻക്രീസ് വന്നാൽ വൈക്ക് 10 യൂണിറ്റ് ഇൻക്രീസ് ആണ്. ഓക്കെ, സോ അവിടെ ശരിക്കും എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി എന്താണ് യൂണിറ്റ് ഇൻക്രീസ് ആണ് അല്ലേ. അതായത് x 1 ആകുമ്പോൾ y 1 ആവും, x 10 ആകുമ്പോൾ y 10 ആവും, x -1 ആയിക്കഴിഞ്ഞാൽ y -1 ആവും. ഓക്കെ, അതായത് എക്സ് -1 യൂണിറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് അതായത് കുറഞ്ഞു കഴിഞ്ഞാൽ വൈയും ഇതാണ് 0യിൽ നിന്ന് -1 യൂണിറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഈ ഒരു കേസിൽ നമുക്ക് 1 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ dy/dx ഇൻ ദ കേസ് ഓഫ്, അതായത് ഈ ഒരു പർട്ടിക്കുലർ y = x എന്ന് പറഞ്ഞ കേസിൽ ഇപ്പോൾ d/dx ഓഫ് x എന്നുള്ളത് 1 എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കുന്നത്. ഓക്കെ, നേരെ മറിച്ച് 2xൻ്റെ കേസിലാണെങ്കിലോ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്റ്റീപ്പായിരിക്കും. അതായത് x 1 ആകുമ്പോൾ y 2 ആവുന്ന പോയിൻറ്റ്. സോ ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫായിരിക്കും. അപ്പോൾ എന്താ പറ്റുക, x 1 ആകുമ്പോൾ y 2 ആവും, x 2 ആകുമ്പോൾ y 4 ആവും. ഓക്കെ, അപ്പോൾ എന്താ പറ്റുക നമുക്ക് d/dx ഓഫ് 2x എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് 2 ആണ് ആൻസർ വരിക. അതായത് 2 വേണമെങ്കിൽ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് d/dx ഓഫ് x എന്ന് പറയാം. അല്ലെങ്കിൽ ഈ വിഷ്വൽ രീതി ചിന്തിച്ചാൽ നമുക്കറിയാൻ പറ്റും x 1 ആകുമ്പോൾ y 2 ആവുന്നു, അതുപോലെ x 2 ആകുമ്പോൾ y 4 ആവുന്നു. അപ്പോൾ എന്താ പറ്റുക 2 ടൈംസ് ലൈക്ക് ഇൻക്രീസ് ആണ് അല്ലെങ്കിൽ ചേഞ്ചാണ് വൈക്ക് സംഭവിക്കുന്നത്. എക്സിന് 1 യൂണിറ്റ് ചേഞ്ച് വരുമ്പോൾ വൈക്ക് 2 യൂണിറ്റ്സ് ചേഞ്ച് വരുന്നു. ഓക്കെ, ഇതിന് നമ്മൾ വേറെ രീതിയിലും പറയാറുണ്ട്, അതായത് സ്ലോപ്പ് എന്നുള്ള രീതിയിലും പറയാറുണ്ട്. ഇവിടെ നമ്മുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സ്ലോപ്പാണ്. ലൈക്ക് എക്സ് 1 കൂടുമ്പോൾ y 1 കൂടുന്നു, അതുകൊണ്ട് യൂണിറ്റ് സ്ലോപ്പാണ്. ഇവിടെ x 1 കൂടുമ്പോൾ y 2 കൂടുന്നു, അതുകൊണ്ട് അല്ലെങ്കിൽ x 1 കുറയുമ്പോൾ y 2 യൂണിറ്റ് കുറയുന്നു, അതുകൊണ്ട് ഇവിടെ സ്ലോപ്പ് 2 ആണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ വേ ലൈക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യുന്നത്. നേരെ പിന്നെ നമ്മൾ വേറൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d/dx ഓഫ് സൈൻ എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോസ് എക്സ് എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ എക്സ്പാൻഷൻ ടൈംസ് എഴുതി അതിൻ്റെ ഓൾജിബ്രായിക് ഇക്വേഷൻ എഴുതി അതിനെ ലൈക്ക് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോർമുല ഡെറിവേഷനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതിനെ നമ്മൾ വിഷ്വലായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ
ഇവിടെ ഇതുപോലൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ സ്ലോപ്പ് എല്ലായ്പ്പോഴും സെയിം ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ അല്ല സൈൻ എക്സിൻ്റെ കാര്യത്തിൽ. ഇവിടെ y = x എന്ന് പറയുന്നതോ അല്ലെങ്കിൽ y = 2x എന്ന് പറയുന്നതോ സ്ലോപ്പ് എപ്പോഴും എല്ലാ സ്ഥലത്തും സെയിം ആണ്. അതായത് നെഗറ്റീവ് സൈഡിലോട്ട് നോക്കിയാലും പോസിറ്റീവ് സൈഡിലോട്ട് നോക്കിയാലും സ്ലോപ്പ് ഈസ് കോൺസ്റ്റൻറ്റ്. അതായത് നമ്മൾ d/dx എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇവിടെയും നമുക്ക് കിട്ടിയതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, 2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. പക്ഷേ ഇങ്ങനെയുള്ള കേസുകളിൽ ഇവിടെ നമ്മുടെ ഒറിജിനൽ ഒരു ഫംഗ്ഷൻ ആയിരുന്നു, അതിൻ്റെ d/dx എടുത്തപ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കിട്ടിയത്. പക്ഷേ എല്ലാ ഇൻപുട്ട് ഫംഗ്ഷൻ്റെയും d/dx എടുക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ല കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് സൈൻ എക്സ് എന്ന് പറയുന്നത്. അതായത് d/dx ഓഫ് സൈൻ എക്സ് എടുക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഫംഗ്ഷനാണ് കിട്ടുന്നത്. ഓക്കെ, എന്നാലും നമുക്കതിൻ്റെ ഒരു വിഷ്വൽ ഇൻഡ്യൂഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു സൈൻ വേവ് ഞാനിവിടെ വരയ്ക്കുവാണ്. സോ 0 π/2 π ലൈക്ക് 3π/2 3π/2 ആണോ 4 ആണോ ഞാൻ ഓർക്കുന്നില്ല. എനിവേ ലൈക്ക് 2π. ഓക്കെ, സോ ഇങ്ങനെ പോകുമ്പോൾ ഇതാണ് നമ്മുടെ സൈൻ വേവ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കൊരു 2-3 പോയിൻറ്റ്സ് സെലക്ട് ചെയ്യാം സ്ലോപ്പ് നോക്കാനായിട്ട്. സോ ഇതൊരു പോയിൻ്റാണ്, ഈ ടോപ്പ് ഒരു പോയിൻ്റാണ്, ഈ ബോട്ടം ഒരു പോയിൻ്റാണ്, ഇതൊരു പോയിൻ്റാണ്. ദിസ് ഈസ് അനദർ പോയിൻറ്റ്, ദിസ് ഈസ് അനദർ പോയിൻറ്റ്, ദിസ് ഈസ് അനദർ പോയിൻറ്റ്, ദിസ് ഈസ് അനദർ പോയിൻറ്റ്. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ ഓരോ പോയിൻറ്റിലും ഇപ്പം ഞാൻ ഈ മാർക്ക് ചെയ്ത ഓരോ പോയിൻറ്റിലും സ്ലോപ്പ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു പോയിൻറ്റിൽ എന്താണ്, ഈ ഒരു ടൈനി പോയിൻറ്റിലോട്ട് നമ്മൾ സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാർട്ടിനെ മാത്രം ഇങ്ങനെ സൂം ഇൻ ചെയ്ത് ഒരു വലിയ ഡയഗ്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈക്ക് ഫ്ലാറ്റ് ലൈൻ പോലെ തോന്നും അല്ലേ. ഓക്കെ, നമ്മൾ എക്സ്ട്രീംലി ടൈനി Δx എന്നുള്ള രീതിയിൽ നമ്മൾ സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലാറ്റ് ലൈൻ ആയിരിക്കും അവിടെ കിട്ടുന്നത്. സോ അവിടുത്തെ ആ ഒരു പോയിന്റിൽ നമ്മൾ Δy/Δx എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, നമ്മൾ ഓൾറെഡി കണ്ടു. ഫ്ലാറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ എക്സ് എത്ര ചേഞ്ച് ചെയ്താലും വൈ ചേഞ്ച് ചെയ്യുന്നില്ല. ആ ഒരു ടൈനി റീജിയനിൽ, നോട്ട് ഇൻ ദ ഫുൾ സ്പെക്ട്രത്തിലല്ല പറയുന്നത്, ആ ഒരു ടൈനി റീജിയനിൽ എക്സ് എത്ര ചേഞ്ച് ചെയ്താലും വൈ ചേഞ്ച് ചെയ്യുന്നില്ല. സോ അവിടെ എന്താണ് നമ്മുടെ Δy/Δx എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ അതിന് ഇക്വലൻ്റായിട്ട് നമുക്ക് അവിടെ 0 മാർക്ക് ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ഈ ഒരു പോയിന്റിൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഈ ഫംഗ്ഷനിൽ ഇത് ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ആവുന്ന ഒരു പൊസിഷനാണ്. ഈ കർവ്, സൈൻ കർവിനെ വെച്ച് നോക്കുമ്പം അതിൻ്റെ ഏറ്റവും റേറ്റ് ഓഫ് ചേഞ്ച് ഏറ്റവും ഹൈ ആയിട്ടുള്ള പൊസിഷനാണിത്. സോ അവിടെ ഇത് ഹൈ ആണ് വരിക. ഇനി ഇതിൻ്റെ ലൈക്ക് മറ്റ് പൊസിഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Δy/Δx എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് അഗെയിൻ സൂം ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്കൊരു നെഗറ്റീവ് സൈഡിലോട്ടുള്ള സ്ലോപ്പാണ് കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഇതിന് ഇക്വലൻ്റായിട്ട് നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് ആ ഒരു പൊസിഷനിൽ വരിക. അതുപോലെ സോ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ അതുപോലെ ഈ ഓരോ പൊസിഷനിലും അഗെയിൻ ഈ ഒരു പൊസിഷനിൽ നമുക്ക് എന്താണ് അഗെയിൻ ഫ്ലാറ്റ് ലൈൻ ആയിരിക്കും വരുന്നത് നമ്മൾ സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ. സോ ഈ ഒരു പൊസിഷൻ ഇക്വലൻ്റായിട്ട് നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. സോ നമ്മൾ ബേസിക്കലി ഇതിനെ നമ്മൾ കണക്ട് ചെയ്ത് ഡോട്ട് വരച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് സോ ഇതുപോലൊരു ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്, വിച്ച് മീൻസ് ദിസ് ഈസ് കോസ് വേവ്. ഓക്കെ, ബിക്കോസ് ഈ സൈൻ വേവിനെ നമുക്ക് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലോട് കൂടി ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കോസ് വേവ് എന്ന് പറയുന്നത്. സോ നമ്മളെന്താ പറയുക, ഒരു ടാൻജൻ എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഇങ്ങനെ ഒരു ലൈൻ വെച്ചിട്ട് ആ ലൈൻ എൻ്റെ സ്ലോപ്പ് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്കിലോട്ട് നമ്മൾ പ്ലോട്ട് മാർക്ക് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗ്രാഫിൻ്റെയും ആക്ച്വലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏത് ഗ്രാഫിൻ്റെയും ഡെറിവേറ്റീവ് ഗ്രാഫ് എങ്ങനെയാണ് നിൽക്കുന്നതെന്നൊരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. സോ ബേസിക്കലി ഇതിൻ്റെ ഒരു വിഷ്വൽ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഹൈ പോയിൻറ്റ്സ് ഇവിടെ എല്ലാം ഫ്ലാറ്റ് ലൈനാണ്, ഇവിടെയും ഫ്ലാറ്റ് ലൈനാണ്. നേരെ മറിച്ച് ഈ ഒരു പോയിൻറ്റും ഒക്കെയാണ് ഏറ്റവും ലൈക്ക് ഇവിടെ ഹൈലി ഇൻക്രീസ് ചെയ്യുന്ന പൊസിഷനാണ്, അതുകൊണ്ട് ഇവിടെ ഹൈ വാല്യൂ വരും. ഇവിടെ ഹൈലി ഡിക്രീസ് ചെയ്യുന്ന പോയിൻ്റാണ്, അതുകൊണ്ട് ഏറ്റവും ഹൈ നെഗറ്റീവ് വാല്യൂ ഇവിടെ വരും. അതുപോലെ അഗെയിൻ ഇവിടെ വന്നു കഴിയുമ്പോൾ വീണ്ടും അത് ഇൻക്രീസിങ്ങിലോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് ഹൈ പൊസിഷനിലോട്ട് വരും. അതുപോലെ ലൈക്ക് ഈ ഒരു പൊസിഷനിൽ ആക്ച്വലി
ഇവിടെ ഡിക്രീസിങ് പോയിൻ്റാണ്, അതുകൊണ്ടാണ് നെഗറ്റീവ് സൈഡിൽ വരുന്നത്. അതുപോലെ ഈ ഒരു പൊസിഷനിൽ ആക്ച്വലി ഇറ്റ്സ് ഫ്ലാറ്റ് ലൈൻ, അതുകൊണ്ട് ഇവിടെ സീറോയിലോട്ട് പോകും. സോ ആ ഒരു വിഷ്വൽ ഇൻഡ്യൂഷൻ, ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, ഡെറിവേറ്റീവ് വിഷ്വലി എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൺ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് നമുക്ക് വിഷ്വലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇനി ഞാൻ പറയുവാണ് നിങ്ങൾക്ക്. സോ ഞാൻ ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു വിചാരിക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ ഫങ്ഷൻ, ലൈക്ക് എഫ് അല്ലെങ്കിൽ ഫങ്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇവിടെ സ്ലോപ്പ് 1 ആണ്, ഇവിടെ സ്ലോപ്പ് 0 ആണ്, അഗെയിൻ ഇവിടെ സ്ലോപ്പ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയിരിക്കും? ഓക്കെ, സോ ബേസിക്കലി സ്പീക്കിംഗ് നമ്മൾ ഈ ഒരു റീജിയൻ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇതിൻ്റെ ആക്സിസ് ഞാൻ കുറച്ച് ചിലപ്പോൾ ഇങ്ങോട്ട് മാറിപ്പോയി. എനിവേ ഈ ഒരു റീജിയൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ് അല്ലേ. സോ ഞാനിവിടെ ഇത് 1 ആണ് പോയിൻ്റ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതായിരിക്കും വരുന്നത്. ഈ ഒരു റീജിയനിൽ എന്താണ് സ്ലോപ്പ് ആക്ച്വലി 0 ആണ്. ഓക്കെ, സോ ഈ ഒരു റീജിയനിൽ എൻ്റെ സ്ലോപ്പ് ഇങ്ങനെ 0 വരും. ദെൻ ഈ ഒരു റീജിയനിൽ എന്താണ് സ്ലോപ്പ് എഗെയിൻ 1 ആണ്. ഓക്കെ, സോ ഇതുപോലൊരു ഗ്രാഫിനെ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഗ്രാഫ് എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ അതിൻ്റെ കർവ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മുടെ ആ വിഷ്വൽ ഇൻഡ്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സൈൻ വേവ് വരുമ്പോൾ എന്തുകൊണ്ട് കോസ് വേവ് വരുന്നു എന്നുള്ളതിന് നിങ്ങൾക്കൊരു വിഷ്വൽ ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റിൻ്റെ എക്സ്പാൻഷൻ ആണ് നമുക്ക് ആക്ച്വലി പലപ്പോഴും യൂസ് വരുന്നത്. ഇനി വേറൊരു രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം, അതായത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ, അതായത് എക്സ് ഇൻക്രീസ് ആകുമ്പോൾ വൈ ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, അതിൻ്റെ ഡെറിവേറ്റീവ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. സോ ഇവിടെയും എല്ലാം അത് പോസിറ്റീവ് സൈഡിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പം എക്സ് ഇൻക്രീസ് ആകുമ്പോൾ വൈ ഇൻക്രീസ് ആവുന്നില്ല, അതുകൊണ്ട് അത് 0 വാല്യൂയിലോട്ട് പോയി. ഇനി ഇവിടെയൊക്കെ വരുമ്പോഴെന്താണ് ഈ കർവ് താഴത്തോട്ടാണ് പോകുന്നത്, അതായത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ കർവ് താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹൈ വാല്യൂയിൽ നിന്ന് ലോ വാല്യൂയിലോട്ട് പോകണം. അങ്ങനെയുള്ള പൊസിഷനെല്ലാം ഈ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടെ നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് വെൻ കർവ് ഈസ് ഇൻക്രീസിങ് ഡെറിവേറ്റീവ് വിൽ ബി പോസിറ്റീവ്, വെൻ കർവ് ഈസ് ഫ്ലാറ്റ് കർവ് ഈസ് ലൈക്ക് ഡെറിവേറ്റീവ് ഈസ് 0, വെൻ കർവ് ഈസ് ഡിക്രീസിങ് കർവ് ഈസ് അഗെയിൻ നെഗറ്റീവ്. ആ രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ അപ്കമിങ് വീഡിയോസിൽ ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള മറ്റ് കൺസെപ്റ്റിലോട്ട് നമ്മൾ പോകും. അവിടെ നമുക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ പ്രാക്ടിക്കൽ യൂസ് കേസിലോട്ട് നമുക്ക് പോകാൻ പറ്റും.